അപ്പോൾ അവിടെ ഞാൻ ആണായിട്ട് ഫസ്റ്റ് പോയതുകൊണ്ട് ഇനി എനിക്ക് ഒരിക്കലും ആണായിട്ട് ഈ ഒരു അവസ്ഥയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ പെണ്ണായിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിത്ത് ഫീമെയിൽ പാസ്പോർട്ടിൽ എനിക്ക് ഇനി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ ദുബായിൽ തന്നെ പോകും. ഞാൻ എൻ്റെ സർജറിക്ക് പോണ ഡേറ്റ് എടുത്ത് എൻ്റെ സർജറിക്ക് പോണ സമയത്ത് ഫസ്റ്റ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ ഉമ്മയോടാണ്. പിന്നെ അപ്പോൾ ഉമ്മയോട് ആദ്യം പറഞ്ഞത് അത് വേണ്ട എന്നായിരുന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ലൈഫിൽ മുന്നോട്ട് ജീവിക്കണം. കാരണം ഈ കളിയാക്കളും പരിഹാസങ്ങളൊക്കെ കുറേ കാലം ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ കുറേ ആൾക്കാർ പറയുന്നത് ജാസി ഒരു വട്ടം ആണാവും പിന്നെ പെണ്ണാവും, ജാസി ട്രാൻസ് ആണോ മറ്റേതാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ കളിയാക്കലുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് അഫ്കോഴ്സ് എൻ്റെ ശരീരത്തെ മാറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം എനിക്ക് തിരിച്ച് ദുബായിലേക്ക് പോകണം. അതിൻ്റെ വലിയൊരു ഡ്രീമാണ്. ദുബായിൽ പോയിട്ട് എൻ്റെ ബാക്കി എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് റൺ ചെയ്യണം. അപ്പോൾ അവിടെ ഞാൻ ആണായിട്ട് ഫസ്റ്റ് പോയതുകൊണ്ട് ഇനി എനിക്ക് ഒരിക്കലും ആണായിട്ട് ഈ ഒരു അവസ്ഥയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ പെണ്ണായിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിത്ത് ഫീമെയിൽ പാസ്പോർട്ടിൽ എനിക്ക് ഇനി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ ദുബായിൽ തന്നെ പോകും.